ലൈറ്റ് ഹൗസ് വർക്കാൻ തുടങ്ങി. ഓക്കെ, ഇതൊന്നും എടുക്കാം. ഓ, ശബ്ദം കേട്ടില്ലേ? ഓ, എന്താ? ഓ ഓ, വന്ന് 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 വന്ന്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചൂച്ചു ചാൾസ് പാർട്ട് 3. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷണൽ ആയിട്ട് കളിക്കേണ്ട മിഷൻസ് ഒക്കെ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കളിക്കാൻ പോവുകയാണ്. അതായത് നമുക്ക് നിർബന്ധമായിട്ടും കളിക്കേണ്ടാത്ത മിഷൻസ് അല്ലേ, അതൊക്കെ നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ തീർക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു എപ്പിസോഡ് കൂടെ ഇടും. ആ എപ്പിസോഡിലായിരിക്കും നമ്മളെല്ലാം ചെയ്യുന്നുണ്ടാവും. അതായത് മുട്ട കട്ടുകൊണ്ട് വരലും മുട്ട പൊട്ടിക്കലും മറ്റേ തുറപ്പന കൊല്ലലും ഒക്കെ നമ്മൾ ആ ഒരു എപ്പിസോഡിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇന്നിപ്പോൾ തൽക്കാലം നമുക്ക് ഓപ്ഷണൽ മിഷൻസ് മാത്രം കളിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു മിഷൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റേ വന്നാ എടാ, കളി തുടങ്ങിയിട്ടില്ല. അപ്പിതിമ്പ് പേര്. അത് ശരി, വാ 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 വാ. എവിടെ പോയാ? മതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ട. കളി തുടങ്ങിയപ്പോ തന്നെ വന്നില്ലേ, സമാധാനം. ഇനി കുറച്ച് നേരത്തിന് വരില്ല. ഗണ്ണ് മാറ്റ്. ആ, ഓക്കെ. തീ 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 എടാ, ഈ തീ പെട്ടെന്ന് തീരുന്നിട്ടാ. ലൈഫ് 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 ലൈഫ്. പോടാ പോടാ പോടാ, പണി നോക്കി പോടേക്കാം. കീറി എടുത്തോണ്ട് വരണോ? എട്ടികാലുള്ളൊരു മണ്ടൻ. ഓ, നമ്മൾ മറ്റേ വെയർ ഹൗസിന്റെ അടുത്തെത്തി. പോയാ? ഇല്ലല്ല, പെട്ടെന്ന് പോകുന്നൊരു മട്ടില്ല. എടാ, വല്ല പണിക്കും പോടാ. ഓ, 7 ലൈഫ്. ജസ്റ്റ് മിസ്സായിരുന്നു. 0% ആയി. കറക്റ്റ് ടൈമിന് നമ്മൾ വന്ന് റിവൈവ് ചെയ്ത്. ഓടാ, ഓട് ഓട് ഓട്. അങ്ങനെ തന്നെ. ഓ ചീളിച്ചെക്ക. അത്രേ ഉള്ളൂ. എന്നോട് കളിച്ച അങ്ങനെ ഇരിക്കും. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു മിഷനാണ്. അതായത് ബിസിനസ് മാനിന് ഏതൊരു ബ്ലൂ ബോക്സ് എടുത്തു കൊടുക്കാനുള്ള ഒരു മിഷനല്ലേ. സോ ആ ഒരു മിഷൻ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പോവാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. വേറെ മൈ ബോയ്. ഇവനൊക്കെ ബിസിനസ് ചെയ്യാൻ കണ്ട ഒരു സ്ഥലം വേറെ എവിടെയും കിട്ടിയില്ല. ഇവിടെ വന്ന് ബിസിനസ് ചെയ്യണം അത്ര. ഓക്കെ, നമ്മൾ ഇതേനെ പോയിട്ടാണ് ആ ബ്ലൂ ബോക്സ് എടുത്തു കൊടുക്കേണ്ടത്. ഇവിടെ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേനെ ട്രെയിൻ ഓട്ടിച്ചുകൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് ഒരു കുഴപ്പം. നടന്ന് തന്നെ പോകണം. പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം, ഇവിടെ ആ മുഖംമൂടിയിട്ട് ഒരു പൊട്ട നിൽക്കുന്നുണ്ട്. സോ അവനെ നമ്മൾ കാണാതെ എങ്ങനെയും സാധനം അടിച്ചു മാറ്റി കൊണ്ടുപോകണം. ആവശ്യമായിട്ട് കേട്ടില്ലേ? എന്നെ ഓ, കണ്ട്. എടാ, ഇവ എങ്ങനെ നോക്കിയാലും നമ്മളെ കാണുന്നുണ്ടല്ലോ. പോടാ. കയ്യിലൊന്നുമില്ല. വല്ല ഗണ്ണുണ്ടെങ്കിൽ അടിച്ചു കൊല്ലായിരുന്നു അതിനെ. ഒന്നുമില്ലല്ലോ. കുറച്ചോണെ. ഇതാണ് ബ്ലൂ ബോക്സ്. ആ, കിട്ടി. ഓക്കെ ഓക്കെ, നമ്മൾ റീസ്പോൺ ആയിരിക്കുകയാണ്. അത് ജസ്റ്റ് ഒരു വാമപ്പ് ആയിരുന്നു. ഒരു വട്ടം ചത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. അതുകൊണ്ട് ഞാൻ വേണം വെച്ച് ചത്താണ്. കീഴടങ്ങി കൊടുത്താണ്. എവിടവൻ? ഇവനെ കാണാതെ ഇങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ഓ, ഈ നായ്. എടാ, പോടാ. ഇവിടെ എനിക്കൊരു വഴിയില്ലല്ലോ പഠിച്ചോനെ. ഓട്. ഓ, ഓടിയാൻ വെടിവെക്കില്ല അല്ലേ? അത് ശരി. ഓക്കെ, അവിടെ ബ്ലൂ ബോക്സ് എടുത്താ നമ്മള്. ഓ, നേരത്തെ എടുത്ത് നമ്മളെ കയ്യിലുണ്ടാ. അപ്പൊ ചത്താ പോവില്ലേ? അത് ശരി. അപ്പൊ ഇതുവരെ ഒന്ന് വെറും വേസ്റ്റ് ആയാ? ഓ നോ. എടാ, പോടാ. മൂടിയിട്ട് നടക്കണം മണ്ടൻ. ഓക്കെ, നമ്മൾ ട്രെയിനിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യില്ല. അവനെ കരിയിച്ച് വിടാ. വാടാ. അങ്ങനെ കൊണച്ച കിടന്നിട്ട് വേം കരിയിച്ച് വിടാ അവനെ. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവൻ തിരിഞ്ഞോടും തോന്നുന്നു. ഇല്ലല്ലോ. ഒന്നോട്ട് വാ. വേമ്പ. ലെറ്റ്സ് ഗോ. നമ്മൾ ട്രെയിനിന്റെ അടുത്തെത്തി. ഇനി ഇവിടുന്ന് ഇങ്ങനെ എടാ. ഓ, നമുക്ക് ഇങ്ങനെ ഈ ഗണ്ണിൽ ക്ലിക്ക് ചെയ്ത് കയറാൻ പറ്റും. കയറി. എവിടെ പോയാ? ക്വൈറ്റ് നാച്ചുറൽ. ഇതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. നമ്മളിവിടെ എത്തി ട്രെയിനിൽ കയറിയപ്പോൾ അവൻ സ്കൂട്ടായി പേടി തൊണ്ടൻ. ഓക്കെ, ഏതായാലും നമുക്ക് ബ്ലൂ ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബിസിനസ് മണ്ടറിന് കൊണ്ടു കൊടുക്കാം. ഓക്കെ, അറിയാലോ. ഓക്കെ, നമുക്ക് കുറച്ച് സ്ക്രാപ്സും തന്നിട്ടുണ്ട്. എത്ര ഉണ്ട്? ഓ, 47 സ്ക്രാപ്സ്. ലെറ്റ്സ് ഗോ മൈ ബോയ്, ലെറ്റ്സ് ഗോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് അപ്ഗ്രേഡുകൾ ചെയ്യാം. ആദ്യം തന്നെ ലൈഫ് ഫുൾ ആക്കട്ടെ. ഓക്കെ, ഇനി ആർമർ ലെവൽ 8 ആക്കണമെങ്കിൽ 20 സ്ക്രാപ്സ് വേണം. നോ പ്രോബ്ലം. ഓക്കെ, ബാക്കി 22 സ്ക്രാപ്പ് ഉണ്ട്. ആയിരിക്കട്ടെ. നമുക്ക് ട്രെയിനിന്റെ ഹെൽത്ത് റിപ്പയർ ചെയ്യാൻ ആവശ്യം വരും, മറ്റവനെങ്ങനെ വന്നാലേ. ഓക്കെ, ഇനി ഇവിടെ അടുത്ത് തന്നെ വേറൊരു മിഷൻ ഉണ്ട്. സോ നമുക്ക് ട്രെയിൻ റിവേഴ്സ് എടുത്തിട്ട് ഇവിടുന്ന് ട്രാക്ക് മാറ്റി അങ്ങോട്ട് പോകണം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് ഉണ്ടാവേടേ. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി ഇവിടുന്ന് ട്രാക്ക് മാറ്റട്ടെ. ഓക്കെ, ഇനി നമുക്ക് ലെറ്റ്സ് കണ്ടിന്യൂ അവർ ജേണി. ട്രാക്ക് മാറി. ഈശ്വരോ, ഞാൻ നിർത്തിയത് കുറച്ച് ഫ്രണ്ട് കയറി നിർത്തി. കുറച്ച് ബാക്കപ്പോ. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ടിക്ക് പോവാം. എത്തി. എത്താനൊന്നുമില്ല. ഇവിടുന്ന് അടുത്ത് തന്നെ നടന്നു പോയാൽ മതിയായിരുന്നു. അത്ര ഉള്ള ദൂരം. അതാ കാണുന്ന ആ ട്രാക്ക് മാറ്റുന്ന സ്ഥലം. ഇവിടെ ഇതും. അത് ശരി. ഇനി ഇവിടെ ഏത് മണ്ടനെ കാണാനുള്ളത് നോക്കാം നമുക്ക്. ആരും ഇല്ലല്ലോ ഇവിടെ. ഇവിടെ ഒരു ടെൻ്റൊക്കെ ഉണ്ട്. എടാ,
അവിടെ എന്താ? അത് ശരി. പക്ഷെ മിഷനുള്ള വെള്ളത്തിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ താഴത്തേക്ക് പോകണം തോന്നുന്നു. ഓക്കെ, വൈ നോട്ട്. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ വീട് പോലെ എന്തൊക്കെ ഉണ്ട്. ഓ, മരമില്ല പോകുന്നു. അതെ 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 അതെ, മരമില്ല തന്നെയല്ലേ. ഹിന്ദിയിലാവട്ടെ. നമുക്ക് നമ്മുടെ വന്ന പണി നോക്കാം. ഇതിനുള്ള ആരെയുണ്ടാ? ഹലോ, ആരില്ല. ഉള്ളിൽ ഏതോ സ്ക്രാപ്സ് ഉണ്ട്, പോയിടിക്കട്ടെ. സ്ക്രാപ്പ് സ്ക്രാപ്പ് സ്ക്രാപ്പ്. ലെറ്റർ, യൂസ്ലെസ് ലെറ്റർ. ഇതൊന്നും വായിച്ച് സമയം കളയാനുള്ള ടൈം എനിക്കില്ല. ഓക്കെ, ഇവിടെ ആരെ കാണാനുള്ളത്? ഓ ഓ, ഇവിടെ ഉണ്ടാ. ഹലോ, എവിടെ? കോട്ടും ചൂട്ടും പെട്ടിയൊക്കെ എടുത്തിട്ട് എങ്ങട്ടാ? ശരി, നോക്കാം. നമ്മൾ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആളല്ലേന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഏതും ബോട്ട് വന്നതിന് അതിൽ കയറി പോകാനാണ് അത്ര, നാട് വിടാനാണെന്ന്. ഓ, അങ്ങനെ ഇപ്പം ധൃതിയിൽ ഇങ്ങനെ പുറപ്പെടാൻ നിൽക്കുന്ന സമയത്താണ് ഇപ്പൊ ഒരു കാര്യം ഓർത്തത്. ഇവന്റെ ജേണൽ ഇപ്പം വീട്ടിൽ വെച്ച് മറന്നത്ര. ഷേടോ, ഇങ്ങനത്തെ കുറെ പൊട്ടന്മാരുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ പണിയായി. ഓക്കെ അണ്ണാ. ഓക്കെ, നമ്മളങ്ങനെ ഇവന്റെ വീട്ടിൽ പോയിട്ട് ഇവന് ജേണൽ എടുത്ത് കൊടുക്കണം. അങ്ങനെ എടുത്തു വന്നാൽ വേറെ സ്ക്രാപ്പ് തരാന്നാ പറയുന്നത്. ഓക്കെ ബോസ്, ഇടം ബലം നോക്കാതെ ചെയ്തിരിക്കും. ഇത്രക്കാ. ആ, ഓക്കെ, അപ്പൊ അവന്റെ വീടുള്ളത് ഇവിടെയാണ്. അവിടെ തന്നെ നമുക്ക് വേറൊരു മിഷൻ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ഗോ ദേർ. ഓക്കെ, നമ്മൾ ഇവിടെ എത്തി. സോ ഫാസ്റ്റ്. ഓക്കെ, ഇതാണ് പുതിയ മിഷൻ കളിക്കാനുള്ള സ്ഥലം. അവിടെയാണോ മറ്റവന്റെ വീട്? സോ ആദ്യം നമുക്ക് അവന്റെ വീട്ടിൽ പോകാന്നാ തോന്നുന്നില്ലേ? അല്ലേ, നല്ല ഐഡിയ. അതാണ് അവന്റെ വീട്. അവന്റെ കോട്ടും ഷൂട്ടൊക്കെ കണ്ടപ്പോ ഞാൻ വലിയ ബംഗ്ലാവല്ലായിരിക്കും എന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടെ എവിടെ ഉള്ളത്? അവിടെ ഇവിടെ ഇല്ല. എല്ലാരും ഇവിടെ ഒരേപോലെ ഇതില്. അത് ശരി, ഇവിടെ ഒന്നുമില്ലല്ലോ. ജേണൽ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ? ഓ, വേറൊരു റൂം കൂടെ ഉണ്ട്. എന്താ? അതെ അതെ അതെ, സാധനം കിട്ടി. ലെറ്റ്സ് ഗോ. ഇനി അത് കൊണ്ടേ കൊടുക്കാം. അതിന് മുമ്പ് മറ്റേ മിഷനോട് കംപ്ലീറ്റ് ആക്കാം, എന്നിട്ട് ഇത് കൊണ്ടേ കൊടുക്കാം. ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മിഷനോട് കംപ്ലീറ്റ് ആക്കാം. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഓപ്ഷണൽ മിഷൻസ് ഒക്കെ ഓഫ് ക്യാമറ ആയിട്ട് കളിച്ചിട്ട് പിന്നെ ഈ നിർബന്ധമായിട്ട് കളിക്കേണ്ട മിഷൻസ് ഒക്കെ ഇട്ടിട്ട് ഒറ്റ എപ്പിസോഡിൽ സംഭവം തീർക്കാന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ നിങ്ങളൊക്കെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അതൊരു എപ്പിസോഡിൽ തീർക്കേണ്ടതാണ്. ഓക്കെ, ഇനി എന്താ നമ്മൾക്ക് പറയാനുള്ളത് നോക്കാം. അതെ അതെ. ഓ, നമ്മളടുത്ത് പ്രേതമായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോന്ന് ചോദിക്കുന്നത്. പിന്നെ പ്രേതം ഇടക്കിടക്ക് എന്റെ വീട്ടിൽ വരലുണ്ട്, വിരുന്ന് വരലുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ പോസ്റ്റിൽ ആരോ 16 ഡ്രോയിങ് എല്ലാ രാത്രിയും കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് എന്നാ പറയുന്നേ. ഓ, ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മിഷനാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പൊ പറഞ്ഞെന്തെന്ന് വെച്ചാൽ, അതായത് സാധാരണ ഇപ്പോൾ ഡെയിലി കത്തിച്ചാളാണ് ഉണ്ടാവുക. പക്ഷെ ഇന്നലെ അത് നോക്കുന്ന സമയത്ത് എന്തോ സ്ട്രേഞ്ച് ശബ്ദവും അങ്ങനെ എന്തൊക്കെ ഉണ്ടായിന്നൊക്കെ പറയുന്നത്. ഓക്കെ, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പകുതി മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും പേടിച്ചപ്പോൾ വന്നു എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് കൂടെ നമ്മളടുത്ത് എടുത്തുകൊണ്ട് വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. അതിനെന്താ, നമുക്കുണ്ടാ പേടി? തുറക്കാൻ പറ്റുമോ? ഇല്ലല്ല, ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ല അടിച്ചു മാറ്റി കൊണ്ടുപോയിരുന്നു. ഡാമിറ്റ്. ഓക്കെ, ആ മിഷൻ ഉള്ളത് ദബടയാണ്. ഓ, ഇതെന്താ? ഓ, ഇതാണ്. ഓ, ഇങ്ങനത്തെ പോസ്റ്റിലുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ, ഇതാ ഒരു പെയിന്റിങ് കിടക്കുന്നത്, കണ്ടില്ലേ? അങ്ങനെ എല്ലാ പോസ്റ്ററിലും 16 പെയിന്റിങ് ഉണ്ട് എന്നല്ല പറഞ്ഞേ. ഓ, ഇവിടെ ചോരൊക്കെ ഉണ്ടല്ലോ. അത് ശരി. അല്ല, ഇത് കണ്ടുപിടിച്ചു കൊടുത്തതിന് ഇപ്പോൾ എന്ത് തരുന്ന പറഞ്ഞേ? ഓ, ഇതാ ഒരു പെയിന്റ്. ഓക്കെ, ഇതൊന്നും എടുക്കാം. ഓ, ശബ്ദം കിട്ടില്ലേ? ഓ, എന്താ? ഓ ഓ, എന്താണോ? ഓ ഓ, ഇതിലാകെ ഇപ്പൊ കളിച്ചതിൽ വെച്ച് ഓപ്ഷണൽ മെഷീൻസിൽ ഏറ്റവും അടിപൊളി ഇതാന്ന് തോന്നുന്നത്. ഇതന്നെ സംശയമല്ല. എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഓ, പ്രേതം എന്നൊക്കെ പറഞ്ഞില്ലേ? ഓ, ഇപ്പൊ ഇതിൽ പ്രേതം ഉണ്ടല്ലേ? ആയിക്കോട്ടെ. ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഓ നോ, ഇപ്പോഴാണ് കളി ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയത്. ഓ, അതാ പോടാ എപ്പാളി. അതാ നമ്മളെ വീണ്ടും ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ടെലിപ്പോർട്ട് ചെയ്യണം. അതിന്റെ അടുത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. ഓക്കെ, നമ്മളേതായാലും ഒരു പിക്ചർ എടുത്തില്ലേ, അതൊന്നും കൊണ്ടേ കൊടുത്തു നോക്കാം. ഓ, കൊടുക്കാൻ പറ്റില്ല. ഓ, അതായത് ചാർജ് ചെയ്യുന്നുണ്ട്. ശബ്ദം കെട്ട്. ഓ, വേഗം വണ്ടി കയറ്. പാടാ. എവിടെന്നോ ശബ്ദം കെട്ടി, ഞാൻ കാണുന്നില്ല. ആ, ഫ്രണ്ട് എവിടെ? ഒന്ന് ഹോൺ അടിച്ചു നോക്കാം. എന്നിട്ട് പാടാ. എടാ, ഇവിടെ എത്തിയാ? പോടാ. പണി നോക്കി പോടാ. അല്ല, മോത്തൊക്കെ എടുത്ത് കൊടുത്തതിന് കൂടുതൽ ഡാമേജ് പോകുന്ന അറിയില്ല. അടുത്ത ഗണ്ണ് സ്വിച്ചിൽ പെട്ടെന്ന് പഠിക്കണം. എനിക്കത് പെട്ടെന്ന് ചെയ്യാൻ കിട്ടുന്നില്ല. കുറച്ച് റിപ്പയർ ചെയ്യട്ടെ. ഓക്കെ. ഓ, സ്ക്രാപ്സ് അത്യാവശ്യം ഉണ്ടല്ലോ നമ്മളടുത്ത്. കിടക്കോടാ. ഓക്കെ, അടുത്തത് കിടക്കെന്താ പോവാത്തേ? പകുതി മുക്കാൽ ലൈഫ് പോയില്ലാണ്ട് എന്നിട്ട് പിടിച്ചിരിക്കുന്നുണ്ടാ? ആ, പോയി. അത്ര ഉള്ളു. ലെറ്റ്സ് ഗോ. ലൈഫ് എത്ര? 37%. നോ വെറീസ്. ഓക്കെ, നമ്മളിപ്പോൾ എവിടെ എത്തി?
അത് ശരി. വണ്ടി പോയി നമ്മൾ ഏത് ദുനിയാവിന്റെ അറ്റത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ട്. നമുക്കിനി റിവേഴ്സ് എടുത്ത് അവിടെ തന്നെ പോവാം. ഓക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് മറ്റോന്റെ സ്ഥലമാണ്, അതായത് ഇവിടുന്ന് രക്ഷപ്പെടാൻ നിന്നില്ലേ അവന്റെ സ്ഥലമാണ്. നമുക്ക് ഇപ്രാവശ്യം പെയിന്റിങ് എടുക്കാൻ ഈ വഴി പോയി നോക്കാം. അതായത് നമുക്ക് ബാക്ക് കൂടെ പോയി പ്രേതത്തിനെ പറ്റിക്കാം. പ്രേതം നമ്മൾ ഈ വഴി വരുന്ന വിചാരിച്ചിട്ടായിക്കാരം നിൽക്കുന്നുണ്ടാവുക. നമുക്ക് പ്രേതത്തിനെ പറ്റിക്കാം. പ്രേതല്ലേ, വലിയ ബുദ്ധിയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് വീണ്ടും ആ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, അതാ ഒരു പെയിന്റിങ്. അടുത്താവും വരുമോ? ഓടിക്കോ. ഓ വെന്റ് പോടാ. ഓ നമ്മൾ ഓടിയാ മതിയില്ലേ? അതാ പോടാ. അടുത്ത പെയിന്റ്. ഓനോ ബാക്കിൽ വരുന്നുണ്ട്. എന്താ അവിടെ ലേറ്റ് എത്തുന്നത്? നോക്കട്ടെ. വാട്ടീസിയർ ഒന്നുമില്ലേ? അത് ശരി, വെറുതെ ലേറ്റ് എത്തേ. അതാ. ഓ നമ്മൾ വെറുതെ ഇങ്ങനെ ഓടിയാ മതി. അത് ശരി, നമ്മളിത് അറിയാണ്ടേ നേരത്തെ ഇങ്ങനെ കടന്ന്. ഓ അതാ പിടിക്കല്ലേ. ലൈക്ക് ഇറ്റ്. അതാ. ഓക്കെ, 4ാമത്തെ പെയിന്റിങ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പകുതി പെയിന്റിങ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാ ലെറ്റ്സ് ഗോ. എടുക്ക്. ഓക്കെ. ഓ വന്ന് പിടിച്ചില്ല. ഓക്കെ അതാ അടുത്ത പെയിന്റിങ്. 7ാമത്തെ പെയിന്റിങ്, സോറി 8ാമത്തെ പെയിന്റിങ്. പിടിച്ചില്ല. ആ പെയിന്റിങ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേനും അടുത്ത് വന്നു. ഒന്നുകൂടെ പോവാ. അപ്പോൾ അതാ 6ാമത്തെ പെയിന്റിങ്. അവ അടുത്തന്നെ ഉണ്ട് തോന്നുന്നു. ഓക്കെ എടാ, ഒരു സ്പീഡിൽ വരാൻ കഴിയാത്തവനൊക്കെ പ്രേതങ്ങളുടെ അപമാനം. ഓക്കെ, അടുത്ത പെയിന്റിങ്. ഇനി ഒരു പെയിന്റ് കൂടെ മതി, അതോടെ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഓ അവൻ അടുത്തുണ്ട്. ഓടിയതെന്താ ഓടത്തി? ഓ സ്പീഡ് കൂടെ ഉണ്ട്. ഓനോ എടാ ഓടണം. പക്ഷേ ഈ ഒരു ഗെയിം ഒരൊറ്റ ഒരാൾ ഉണ്ടാക്കിയതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബിഗ് സല്യൂട്ട്, അത്ര പറയാനുള്ളൂ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഗെയിമിനെ കുറച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരൊറ്റ ഒരാളാണ് ഈ ഒരു ഗെയിം ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഒരു സല്യൂട്ട് എടുക്കാൻ തോന്നി, അത്രേ ഉള്ളൂ. എവിടെ പെയിന്റിങ്? അവിടെ ഓ അതാ പെയിന്റിങ് കിട്ടി. പക്ഷെ ഇപ്പം അങ്ങോട്ട് തിരിഞ്ഞാൽ പിടിക്കുക നമ്മളെ. ഓക്കെ എടുത്തോ, ഓടിക്കോ. കിട്ടി. ഓ പിടിച്ചില്ല. ഓക്കെ ഞാൻ പിടിച്ചെന്ന് വിചാരിച്ചു. ക്രിട്ടിക്കൽ ഐറ്റം ഒക്കെയോട്. ഓ പ്രേതം പോയി. അത് ശരി, 9 പെയിന്റ് എടുത്തതിനെ പ്രേതം പോവാ, അല്ല 8 പെയിന്റ് എടുത്തതിനെ പ്രേതം പോവാ. ബാടാ പേടിച്ചു പോയാ. വാ സെന്ററിൽ നിൽക്കുന്നുണ്ട്. വാ പേടിച്ച് അത്രയുള്ളൂ. നിന്റെ അടുത്ത് കളിച്ചതിന് ആരവസ്ഥ ഉണ്ടായിരിക്കും. അത് പ്രേതായാലും ശരി. ഇതയച്ചി ചേച്ചിന്റെ പെയിന്റ്. ഓക്കെ സ്ക്രാപ്പും കിട്ടിയിട്ടുണ്ട്. എത്ര ഉണ്ട്? ഓ 70 സ്ക്രാപ്പ്. താങ്ക് യു. തുറക്കാൻ പറ്റുമോ? അതിന്റെ താക്കോലിട്ടിന്റെ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഉള്ളതൊക്കെ അടിച്ചു മാറ്റായിരുന്നു. ഒരു സമാധാനമില്ല അതിന്റെ ഉള്ളിൽ കയറാനിട്ട്. ഓക്കെ നമുക്ക് ട്രെയിനിൽ ട്രെയിനോടെ. ഓ നമ്മൾ ട്രെയിൻ മറ്റോടല്ലേ നിർത്തിയിട്ടുണ്ടായത്. ഇനി അതോടെ നടന്നു പോണാ. ഓക്കെ ബൈ ചേച്ചി, പോട്ടെ. അസ്സലാമലൈക്കും. ഓക്കെ വി ആർ ബാക്ക് ഹിയർ. ഓ മറ്റേ മിഷൻ കൂടെ കംപ്ലീറ്റ് ആക്കാൻ കണ്ടല്ലോ അല്ലേ? ഓക്കെ മറ്റേ ബുക്ക് കൊണ്ടേ കൊടുക്കട്ടെ. എന്നിട്ട് അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഓതെന്താ ചോര? മറ്റോനെ വന്നാ? ഇല്ല ചാവാൻ ചാൻസ് ഇല്ല. മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ലല്ലോ. ഹലോ മൈ ബോയ്, ഇതെന്റെ ബുക്ക് വെച്ചോ. താങ്ക് യു. ഓക്കെ എന്താ അങ്ങനെ ഒരു വർത്താനം? നമ്മൾ ആ ബുക്ക് തുറന്ന് നോക്കിയില്ലാന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞേ. ആ ബുക്കിലെന്താ അതിന് മാത്രം തുറന്നു നോക്കാനുള്ളത്? പക്ഷേ മുമ്പേ പറഞ്ഞിട്ട് തുറന്നു നോക്കായിരുന്നു. ഓ ഡാമിറ്റ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അപ്പം 2 തല്ലിക്കൊന്നിട്ട് ആ ബുക്ക് എടുത്ത് നോക്കിയാലോ? വരാനാ പറഞ്ഞേ. ഓക്കെ അപ്പം നല്ല നടക്ക് പോകുന്ന വഴിയില്ല. ഇങ്ങോട്ട് ആ ട്രെയിൻ കൊണ്ടുവരാൻ പറ്റുമെന്ന് കത്തിച്ചണ്ട് വിടായിരുന്നു. പക്ഷേ അതും പറ്റില്ല. ഞാനൊക്കെ അങ്ങനത്തെ ഗെയിം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനത്തെ NPCകളിനൊക്കെ തല്ലാൻ പറ്റുന്ന വല്ല മിഷൻ ഉണ്ടാക്കും, ഇട്ടാണ്ട് കൊടുക്കണം. ഓക്കെ ഗുയ്സ്, നമ്മളങ്ങനെ തിരിച്ച് ട്രെയിനിലേക്ക് എത്തിയിരിക്കണം. നമുക്ക് ടോട്ടൽ എത്ര സ്ക്രാപ്പ് കിട്ടി നോക്കണ്ടേ? ലെറ്റ്സ് ഗോ. ഓ 121 സ്ക്രാപ്പ്. ഇറ്റ മോനെ, അതുകൊണ്ട് എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം? ആദ്യം സ്പീഡ്, പിന്നെ ഡാമേജ് ലെവൽ നമ്മൾ തീരെ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. ലെവൽ 5 ആണ്. സോ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്തിട്ട് കൂടി പോയാ ബാക്കി 42 സ്ക്രാപ്പ് ഉള്ളൂ. 24 സ്ക്രാപ്പ് കൂടെ കൊടുത്തേനെ നമുക്ക് ആർമർ ലെവൽ മാക്സ് ആക്കാം. ലെറ്റ്സ് ഡു ഇറ്റ്. മാക്സ് ആയില്ലേ? ഓ 9ാമത്തെ ലെവൽ ആയിട്ടുള്ളൂ. ഇനി ഒരു ലെവൽ കൂടെ ഉണ്ട്. ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓപ്ഷണൽ മിഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ 4 മിഷൻസ് ഉള്ളൂ. 2 വെപ്പൺ മിഷൻസും പിന്നെ 2 മുട്ടെടുക്കുന്ന മിഷനും. അത് 2 മാത്രമേ ഉള്ളൂ. അല്ല അത് 4 മാത്രമേ ഉള്ളൂ. അല്ല അത് ഇവിടെ ഒരു മിഷൻ ഉണ്ടല്ലേ? അത് ശരി, മൂലക്ക് പോയി ഒളിഞ്ഞിക്കുന്ന നമ്മുടെ ജിഞ്ഞാക്കണി ഒളിഞ്ഞെന്ന് കണ്ടുപിടിക്കില്ല വിചാരിച്ചാ. ഓക്കെ അപ്പം നമുക്ക് അതുകൂടെ കംപ്ലീറ്റ് ആക്കാം സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. ഓ ചാൾസ് വന്ന് ശബ്ദം കേട്ട്. എവിടാ വെറുതെ അങ്ങനെ ഹോൺ അടിച്ചിട്ട് പോവേ. ഇപ്പൊ 2ാമത്തെ അട്ടാ. ഓക്കെ അവൻ ഇപ്രാവശ്യം ഹോൺ അടിച്ച് പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഐ ഡോണ്ട് കെയർ. ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് ഹോൺ അടിച്ചിട്ട് പോവും. മണ്ടൻ.
ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓ, ഇവിടെ നമുക്ക് 2 മിഷൻസ് ഉണ്ട്. അതായത് ഒരു വെപ്പൺ മിഷനും ഉണ്ട്, പിന്നെ എഗ്ഗിന്റെ ഒരു മിഷനും ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ആ മുട്ട എടുക്കുന്ന, അല്ല മുട്ടയല്ല സോറി, ആ ഓപ്ഷണൽ മിഷൻ മാത്രമേ കളിക്കുന്നുള്ളൂ. മുട്ടന്റെ പരിപാടിയൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഓക്കെ, അതാ കാണുന്ന ലൈറ്റ് ഹൗസിന്റെ അവിടെയാണ് ആ മിഷൻ തോന്നുന്നു. അതന്നെ തോന്നലില്ല, അവിടെ തന്നെ ഇത്രയും വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയിട്ട് തോന്നുന്നു അത്ര. പക്ഷെ എന്തൊക്കെയാ ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഓക്കെ, ആരവിടെ? ഇതെന്താ? ഓ, വാട്ട് ഈസ് ദിസ്? അറിയില്ല അറിയില്ല അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ കയറുക? ഹലോ ഹലോ, എവിടെ ഡോർ? എവിടെ? അതിൻ്റെ ഉള്ളിൽ ആരും ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ? ആരപ്പത്? ഓ, അവൻ്റെ കാലൊക്കെ പോയിക്കുന്നു തോന്നുന്നു. അതായത് കാലൊക്കെ മറ്റോ അടിച്ചോണ്ടേ തോന്നുന്നു. അത് നന്നായി. ഇതിൻ്റെ ഡോർ എവിടെ? അത് ശരി, വീട്ടിൻ്റെ ഉള്ളിലാണ് ഡോറ്. അപ്പോൾ പുറത്തുനിന്ന് അതാ. അപ്പം അങ്ങനെ പുറത്തേക്ക് ഉള്ളിൽ കിടക്കുക. ഓക്കെ, എക്സ്ട്രീം സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. വീട്ടിൻ്റെ ഉള്ളിൽ മാത്രമേ ഡോറുള്ളൂ. അല്ല, അത് അവിടെ ഉണ്ടല്ലേ. അത് ശരി. ഹലോ ഹലോ, സുഖല്ലേ? കണ്ടിട്ട് നല്ല സുഖമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. നമ്മളിതുവരെ കണ്ടുമുട്ടിയില്ല, പക്ഷെ എന്നെ കുറിച്ച് നല്ല കേട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. അത്രയുള്ളൂ. ദ ഗ്രേറ്റ് ഡെസൂസ ഈസ് ഹിയർ. ഓക്കെ, ലൈറ്റ് ഹൗസിന്റെ സൈഡിൽ എന്തോ ബ്രേക്കേഴ്സ് ഉണ്ട്. സോ ആ ബ്രേക്കേഴ്സിന് എന്തോ റീപ്ലേസ് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇവിടെ ചാൾസ് അടിച്ചു പരത്തിയോണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല പറയുന്നത്. അറിയാലോ. ഓക്കെ, അപ്പൊ ബ്രേക്കേഴ്സ് ശരിയായി കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഹൗസ് വർക്ക് ചെയ്യാൻ തുടങ്ങും. സോ അങ്ങനെയാണെങ്കിൽ ഇതിന് വരുന്ന ബോട്ടുകളിനൊക്കെ നമുക്ക് അറിയിക്കാൻ പറ്റുന്ന പറയുന്നത്. ഓക്കെ, ഇവിടെ അടുത്തേതോ സപ്ലൈ ഷെഡ് അതിലുണ്ട് എന്നാ പറഞ്ഞേ. ഇവിടെ അടുത്തന്നെ. ഓക്കെ, ഇതാ കാണുന്നതാണ് സപ്ലൈ ഷെഡ്. ഇവിടെ എന്താ? എവിടെ 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 എവിടെ? ഇതാണോ? അതന്നെ അതന്നെ അതന്നെ. എത്ര എണ്ണം ഉണ്ട് മൊത്തത്തില്? 4 എണ്ണം. ഇത് 4 എണ്ണം കൊണ്ടേ നമ്മൾ അതിൽ കൊണ്ടു വെക്കണം. ഓ, ആ ക്ലൗഡ് നോക്ക്, എനിക്കിഷ്ടായി. ഇനിയിപ്പോൾ എങ്ങനെ ഇതിൻ്റെ മുകളിൽ കയറാം? നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറാൻ തന്നെ എത്ര കഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ കയറാൻ എത്ര കഷ്ടപ്പെടുന്നാവോ? അല്ല, ഈ ഡോർ ഉണ്ടല്ലോ അല്ലേ? അത് ശരിയാ. തുറക്ക്. ഡാമിറ്റ്. ചേട്ടാ, എങ്ങനെ ഇപ്പം ഇതിൻ്റെ മുകളിൽ കയറുക? ഇനിയിപ്പോൾ ഇതാണോ ശരിയാക്കണ്ടേ? ഓ, ഇതാ. ഞാൻ വിചാരിച്ച അതിൻ്റെ മുകളിൽ കയറിയിട്ട് എന്തൊക്കെയോ ശരിയാക്കണം എന്നാണ്. പക്ഷേ എത്ര ഉള്ള പരിപാടി. ഇനിയിപ്പോൾ ഇത് ഓണാക്കിയാൽ മതി. അതെ അതെ അതെ. ഇതെന്താ ഓണാകത്ത്? എന്താ 1 ഓക്കെ, അത് ഓണായി. what the hell? ഓക്കെ, അങ്ങനെ 2 ഓണായി. ഇനിയിപ്പോൾ എന്താ? ഓ, നമ്മളിങ്ങനെ ഒരു കോഡ് പോലെ ഓണാക്കണം തോന്നുന്നു. അത് ഓണാക്കി, പിന്നെ ഇത് ഓണാക്കി. നമ്മുടെ എന്നിലങ്ങടെ. ഓ, ലൈറ്റ് ഹൗസ് വർക്കാവാൻ തുടങ്ങി. ഞാൻ എന്തെങ്ങനെ കണ്ടിട്ട് വരുമോ? അതിനകത്തുള്ള ബുദ്ധിയൊന്നുമില്ല. നമ്മളെ ചാൻസ് കണ്ടുപിടിക്കാനുള്ള ചാൻസ് കൂടിയെന്നാ പറയുന്നത്. അറിയാം. ഓക്കെ, സ്ക്രാപ്സും കിട്ടിയിട്ടുണ്ട്. എത്ര സ്ക്രാപ്പ് കിട്ടി? 52 സ്ക്രാപ്പ്. അതിൽ ഓൾറെഡി 18 നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. സോ നോട്ട് ബാഡ്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് ട്രെയിനിലേക്ക് പോവാം. മിഷൻസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇത്ര ഉള്ള പരിപാടി. സോ സിമ്പിളാ. ഇനി മറ്റോനെ ഒരിക്കൽ കൂടി കിട്ടിക്കഴിഞ്ഞാൽ. ഓ, പറഞ്ഞ് തീർന്നില്ല, വന്നല്ലോ. ഓടോടോടോടോടോടെ. ഓനോ ഓരോ. ഓ, പിടിച്ച് എടാ, 2 സ്ക്രാപ്പ് പറഞ്ഞ്. ട്രെയിനിലിരിക്കുമ്പോൾ ആയിരുന്നേന്നോ അവൻ. അടിച്ചവൻ്റെ പരിപ്പിളക്കി കൊടുക്കായിരുന്നു. ഓക്കെ, ഏതായാലും അവൻ നമ്മളെ പരിപ്പിളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ 2 മിഷൻ കൂടെ ഉണ്ട്. ഒന്ന് വെപ്പൺ മിഷനും, പിന്നെ നേരത്തെ എന്ന് പറഞ്ഞ പോലെ തന്നെ മുട്ടൻ്റെ ഒരു മിഷനും ഉണ്ട്. അതിൻ്റെ മുകളിൽ ഒരു പൊട്ട നിൽക്കുന്നില്ലേ? ആ പൊട്ടൻ്റെ അടുത്ത മുട്ടുള്ളത് തോന്നുന്നു. ഇവിടെ വേറെ ഒരു നിൽക്കുന്നുണ്ട്. ഹലോ ബൈ. ഹലോ. ഓ, ഇതാണ് പുതിയ വെപ്പൺ തോന്നുന്നു. ഓ മാൻ, ഇതുണ്ടല്ലേ? ഇതെന്താ മിഷൻ കണ്ണാ? ഒരു ബൈ. ഓ, ഈ മിഷൻ കണ്ണ് നമുക്ക് മിക്കവാറും കിട്ടും. പക്ഷെ അതിപ്പോഴല്ല, അത് അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.